إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهدي الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. പ്രിയപ്പെട്ട മുസ്ലിം സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല സൂക്ഷിക്കുന്ന മുറപ്രകാരം സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്നും മുസ്ലിങ്ങളെ കൊണ്ടല്ലാതെ മരിക്കാതിരിക്കാൻ വേണ്ടി കഠിനമായ പരിശ്രമം, കൃത്യമായ ജാഗ്രത, എപ്പോഴുമുള്ളൊരു ശ്രദ്ധ എപ്പോഴും ഏത് സമയത്തും വെച്ചു പുലർത്തണമെന്നും ഉണർത്തുകയാണ്. വിശുദ്ധ റമദാൻ ഇതാ വന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മളുടെ ഖുതുബ നടത്തിയിരുന്നു. ഇനി നിങ്ങൾക്ക് വരാൻ മിനിറ്റുകളും മണിക്കൂറുകളും മാത്രമേ ബാക്കിയുള്ളൂ. എന്നാൽ അതുപോലെ വിശുദ്ധ ഖുർആൻ, വിശുദ്ധ റമദാൻ നമ്മിൽ നിന്ന് പോകാൻ ഇതിനൽപ്പം മണിക്കൂറുകൾ എന്ന് വേണമെങ്കിൽ പറയാം, അത് മാത്രമേ ബാക്കിയുള്ളൂ. മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, കമ്മിൻ സായിമിൻ ലൈസ ലഹു മിൻ സിയാമി ഇല്ലൽ ജു വകം മിൻ ഖായിമിൻ ലൈസ ലഹു മിൻ ഖിയാമി ഇല്ല സഹർ. എത്ര നോമ്പുകാരുണ്ട്, അവർക്ക് എന്താണ് ബാക്കിയുണ്ടായത്? വിശപ്പല്ലാതെ എന്താണ് അവർക്ക് ബാക്കിയുണ്ടായത്? എത്ര രാത്രി നിസ്കാരക്കാരുണ്ട്, അവർക്ക് എന്താണ് ബാക്കിയുണ്ടായത്? ഉറക്കമൊഴിച്ചത് മാത്രമല്ലേ ബാക്കിയുണ്ടായതുള്ളൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ആമീൻ പറഞ്ഞ സംഭവം പലപ്പോഴും ഈ ഖുതുബ മിമ്പറിൽ സൂചിപ്പിച്ചത്. വറഗിബാൻ ഫുറജുൽ ദഖല അലൈഹി റമദാൻ സുമ്മ സലഹ ഖബ്ല അൻ യുഗ്ഫർ ലഹു. റമദാൻ ഒരാളിൽ ആഗ്രഹമാണ്, എന്നിട്ട് പാപമോചനമൊന്നും തേടാതെ കിട്ടാതെ റമദാൻ അയാളിന് കഴിഞ്ഞു പോവുകയും ചെയ്താൽ അവൻ തുലഞ്ഞു പോകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആമീൻ പറയുക. സഹോദരന്മാരെ, ഗുരുതരമായ വിഷയമാണ്. ഇനി അല്പം സെക്കൻഡുകൾ, മിനിറ്റുകൾ, മണിക്കൂറുകൾ, അതാണ് നമ്മുടെ മുന്നിലുള്ളത്. നമുക്ക് എന്താണ് പോംവഴി? നമ്മൾ കഴിഞ്ഞ ഖുതുബ വിശദമായി സംസാരിച്ചു. ഏറ്റവും ആധുനികമായി ശ്രദ്ധിക്കേണ്ടത് ഇവിടൊക്കെ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു പറഞ്ഞത്, റമദാൻ അങ്ങനെ പോയി, അയാളുടെ പാപമോചനം അവിടെ ബാക്കിയായി എന്ന് പറഞ്ഞാൽ ഇനി വർദ്ധിപ്പിക്കാനുള്ള ദിനരാത്രങ്ങളിൽ സജീവമാകേണ്ടത് എന്താണ്? അത് ഇസ്തിഗ്ഫാറാണ്, പാപമോചനമാണ്. നമ്മളൊക്കെ പാപികളാണ്. പലപ്പോഴും നമ്മൾ അറിയാതെയും അറിഞ്ഞുകൊണ്ടും പല തെറ്റുകളും ചെയ്തവരാണ്, ചെയ്തുകൊണ്ടേയിരിക്കുന്നവരാണ്. നമ്മുടെ ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ തെറ്റുകളെ ഒരു മൂലക്കിരുന്ന് എണ്ണിയാൽ നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ ചിലപ്പോൾ സാധിച്ചു കൊള്ളണമെന്നില്ല. പല രൂപത്തിലും കളവ് പറഞ്ഞിട്ടുണ്ടാവും, ചിലപ്പോഴൊക്കെ നമ്മൾ പറ്റിച്ചിട്ടുണ്ടാവും, വഞ്ചിച്ചിട്ടുണ്ടാവും, കുത്തുവാക്കുകൾ പറഞ്ഞിട്ടുണ്ടാവും, മറ്റുള്ളവരുടെ ചോര തിന്നിട്ടുണ്ടാവും, പച്ചമാംസം തിന്നിട്ടുണ്ടാവും, മോശമായ രീതിയിൽ സ്വഭാവത്തിൽ പെരുമാറിയിട്ടുണ്ടാവും. നമ്മളുടെ ഭാര്യയോടും ഭർത്താവിനോടും മക്കളോടൊക്കെ എടുത്ത് കയറി സംസാരിച്ചിട്ടുണ്ടാവും. പല രൂപത്തിലും ഒടിഞ്ഞു മാറി നിന്നുകൊണ്ട് മറ്റുള്ളവരുടെ ദൂഷ്യങ്ങൾ പറഞ്ഞ് പെരുത്തി പറഞ്ഞ് അങ്ങനെ ഫലിപ്പിച്ചിട്ടുണ്ടാവും. എന്തുണ്ട് പോംവഴി? പാപമോചനമാണ്. സഹോദരന്മാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങേയറ്റം കരുണയുള്ളവനാണ്. ഒരുപാട് പാപം ചെയ്തവർക്ക് അവസാനം ഉണ്ടാവും നിരാശ. അല്ലാഹു ഇതൊക്കെ പുറത്തു തരൂ,
ഞാൻ എൻ്റെ ഗൾഫ് ജീവിതത്തിൽ, പ്രവാസ ജീവിതത്തിൽ, ഞാൻ എൻ്റെ ഇന്നത്തെ ജീവിതത്തിൽ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് റബ്ബേ, ഇതൊക്കെ പുറത്തു തരുമോ? ഈ നിരാശയിൽ എന്താണ് ഉണ്ടാകുക? പാപമോചന പ്രാർത്ഥനകൾക്ക് അടിയപ്പെടുന്ന, അല്ലെങ്കിൽ അയാൾ ഉയരാത്തൊരവസ്ഥയുണ്ടാകും. അങ്ങനെ ഒരിക്കലും ഉണ്ടായിക്കൂടാ. അള്ളാഹുവിനെ കുറിച്ച് നമുക്കുണ്ടാകേണ്ടത് അങ്ങേറ്റത്തെ പ്രതീക്ഷയാണ്. എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല റമദാൻ നമ്മളിലേക്ക് പ്രവേശിപ്പിച്ചത്? എന്തിനാണ് നമുക്ക് 5 നേരത്തെ നിസ്കാരം നമുക്ക് നിർബന്ധമാക്കിയത്? എന്തിനാണ് ഒരുപാട് സുന്നത്ത് നിസ്കാരങ്ങൾ നമ്മളെ പഠിപ്പിച്ചു തന്നത് എന്നൊക്കെ ചോദിച്ചാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ നരകത്തിലിട്ട് ശിക്ഷിക്കാനുള്ള അവന്റെ തിടുക്കത്തെയല്ല, മറിച്ച് അവൻ സംവിധാനിച്ച അതിവിശാലമായ സ്വർഗസ്ഥാനം അത് കരസ്ഥമാക്കണം, എൻ്റെ അടിമകൾ മുഴുവനും അതിലേക്ക് പ്രവേശിക്കണം എന്താ അവന്റെ ഉൾക്കടമായ ഇച്ഛ. ആ ഇച്ഛയിൽ അവൻ സംവിധാനിച്ച സംവിധാനങ്ങളാണ് ഇതൊക്കെ. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് നമ്മുടെ അങ്ങേയറ്റത്തെ കരുണയാണുള്ളത്. ഒരിക്കൽ മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു യുദ്ധം കഴിഞ്ഞ് യുദ്ധത്തടവുകാരായി പഠിപ്പിക്കപ്പെട്ട ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ആ സ്ത്രീ ഇങ്ങനെ പരതുകയാണ്. യുദ്ധത്തിനിടെ നഷ്ടപ്പെട്ട അവരുടെ കുഞ്ഞിനെ കാണാനില്ല. അപ്പൊ ദൂരെ നിൽക്കുന്ന തന്റെ കുഞ്ഞാണോ എന്ന് വിചാരിച്ചിട്ട് ചെറിയ കുഞ്ഞുങ്ങളുടെ അടുത്തേക്ക് അവർ ഓടിച്ചെല്ലും. വാരിപ്പെടാൻ വേണ്ടി നോക്കും, അല്ലെങ്കിൽ സൂക്ഷ്മമായി നോക്കും. അപ്പൊ എന്റെ കുഞ്ഞല്ല എന്നറിഞ്ഞ് അവർ തിരിച്ച് മറ്റു കുഞ്ഞുങ്ങളെ അടുത്തേക്ക് പായുകയാണ്, ഓടുകയാണ്. എന്തിന്? യുദ്ധത്തിനിടയിൽ നഷ്ടപ്പെട്ട തന്റെ കുഞ്ഞിനെ അവർ പരുത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് നോക്കിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ കുഞ്ഞിനെ എങ്ങാനും ആ സ്ത്രീക്ക് തിരിച്ചു കിട്ടുകയാണെങ്കിൽ അവർ ആ കുഞ്ഞിനെ തീയിലിടാൻ വേണ്ടി ഇഷ്ടപ്പെടുമോ എന്ന് ചോദിച്ചു. അപ്പൊ സഹാബികൾ പറഞ്ഞു, അല്ലാഹുവിന്റെ പ്രവാചകരെ അവരെങ്ങനെ തീയിലിടാനാണ്? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ കുഞ്ഞിനോട് അവർക്കുള്ള സ്നേഹത്തെക്കാൾ എത്രയോ 10 മടങ്ങ് നിങ്ങൾ റബ്ബിന് നിങ്ങളോടൊരു സ്നേഹമുണ്ട്. നമ്മൾ വിചാരിക്കും നമ്മുടെ റബ്ബിനൊരു സ്നേഹവും ഇല്ല, നമ്മൾ ഈ അവസ്ഥയിൽ ഇങ്ങനെ. അതല്ല, അവൻ സ്നേഹിക്കുന്ന രീതിയിൽ നമ്മൾ പരീക്ഷിക്കുന്നതാണ്. സഹോദരന്മാർ, അല്ലാഹുവിന്റെ അളവില്ലാത്ത അലിവിന്റെയും കരുണയുടെയും ജീവിക്കുന്ന തെളിവുകൾ ഈ പ്രപഞ്ചം തന്നെയാണ്. പ്രപഞ്ചത്തിലെ ഓരോ അണുവിലും അവന്റെ സ്നേഹവും ദയാവായ്പൊക്കെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. തന്റെ സൃഷ്ടികളെ നരകത്തിലിട്ട് ശിക്ഷിക്കുന്നത് അല്ലാഹുവിന് ഏറ്റവും അസഖ്യമായ സംഗതിയാണ്. കാരണം അവൻ ക്രൂരനല്ല, കരുണാമയനാണ്. കരുണാമയനായ നാഥൻ തന്റെ ആർദ്ര സ്നേഹം കരുണാക്കടലാണ്. അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് 1% മാത്രമേ ഭൂമിയിൽ ഇറക്കിയിട്ടുള്ളൂ എന്നാണ് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നത്. 99% അടിമകൾക്ക് തരാതെ അവൻ അവിടെ തടഞ്ഞു വെച്ചിരിക്കുന്നു എന്നാണ്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ അടിമകളെ നരകത്തിലിട്ട് ശിക്ഷിക്കാനുള്ള തിടുക്കമല്ല, മറിച്ച് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കാനുള്ള അവന്റെ താല്പര്യമാണ്. ഇതൊക്കെ നമ്മളെ വിളിച്ചു വന്നത്. മനുഷ്യന്മാരായ നമ്മളൊക്കെ തെറ്റുകുറ്റങ്ങൾ സാധാരണ ചെയ്തു പോകും. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. കുല്ലു ബനി ആദമ ഖതാഉൻ വഖൈറുൽ ഖതാഇന തവ്വാബൂൻ. മനുഷ്യന്മാർ തെറ്റുകുറ്റങ്ങൾ ചെയ്യുന്നവരാണ്, പക്ഷെ അവരിൽ ഏറ്റവും ഉത്കൃഷ്ടതയുള്ളവർ പശ്ചാത്തപിക്കുന്നവരാണ്, അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യുന്നവരാണ്. അതുകൊണ്ട് എത്ര തെറ്റ് ചെയ്താലും എനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരും എന്ന ശുഭപ്രതീക്ഷയായിരിക്കണം നമുക്കുണ്ടാകേണ്ടത്. അല്ലാഹു ഒരിക്കലും പുറത്തു തരില്ല എന്നുള്ള ചിന്തയല്ല. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്. സ്വന്തത്തോട് അതിക്രമം ചെയ്ത അടിമകളെ, സ്വന്തത്തോട് നമ്മൾ തെറ്റ് ചെയ്യുന്നത് നമ്മളോട് തന്നെയാണ് അതിക്രമം ചെയ്യുന്നത്. ഒരാൾ കളവ് പറയുന്നത് അയാളോട് തന്നെയാണ് അയാൾ വഞ്ചന കാണിക്കുന്നത്. ഒരാൾ ഒരു ചതിവ് നടത്തുന്നത് അത് അയാളോട് തന്നെയാണ് അയാൾ പാപം ചെയ്യുന്നത്. സ്വന്തത്തോട് അതിക്രമം ചെയ്ത എന്റെ അടിമകളെ, അല്ലാഹുവിന്റെ കാരുണ്യത്തെ തൊട്ട് നിങ്ങൾ നിരാശപ്പെടരുത്. ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്. അല്ലാഹുവിന്റെ കാരുണ്യത്തെ തൊട്ട് നിങ്ങൾ നിരാശപ്പെട്ട് കളയരുത് കേട്ടോ. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ. എല്ലാ പാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരും, ശിർക്ക് ഒഴികെ. ഇത് വേറൊരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട് വിശദമായിട്ട്. എല്ലാ പാപങ്ങളും പുറത്തു തരും. ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അവൻ അങ്ങേയറ്റത്തെ പാപങ്ങൾ പുറത്തു കൊടുക്കുന്നവനാണ്, പരമ കാരുണികനാണ്, കരുണാമയനാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ടാണ് പറഞ്ഞത്, ഖാല വമൻ യഖ്നതു മിർ റഹ്മത്തി റബ്ബി ഇല്ലല്ലാഹ്. അള്ളാഹുവിന്റെ കാരുണ്യത്തെ കുറിച്ച് ആർക്കാണ് നിരാശയുണ്ടാകുക? വഴി പിഴച്ചവർക്കല്ലാതെ. അപ്പൊ അള്ളാഹുവിന്റെ കാരുണ്യത്തെ കുറിച്ച് നിരാശയുള്ളവൻ അവൻ ആരാണ്? അവൻ വഴി പിഴച്ചവനാണ്. അതാണ് ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, അള്ളാഹുവിനെ കുറിച്ചുള്ള ശുഭപ്രതീക്ഷ
അതായിരിക്കണം നമ്മൾ മുന്നോട്ട് നയിക്കേണ്ടത്. നമ്മൾ ധാരാളം കേട്ട് ഹദീസിൽ കാണാം 99 പേരെ കൊന്നൊരു മനുഷ്യൻ. ആ മനുഷ്യന് എനിക്കെങ്ങനെ അള്ളാഹു പുറത്തു തരുമോ എന്ന് ചോദിച്ചപ്പോൾ ഒരു വ്യക്തി പറഞ്ഞത്, നിനക്കെങ്ങനെ അള്ളാഹു പുറത്തു തരാ 99 ആളെ കൊന്നിട്ട്. എന്നിട്ട് അയാളെയും കൊന്നു. മുന്നോട്ട് പോകുമ്പോൾ അയാൾ മരണപ്പെട്ട് വീണുവെന്നാണ്. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ ശുഭപ്രതീക്ഷ? അള്ളാഹുവിനെ കുറിച്ചുള്ള പ്രതീക്ഷയാണ്. എനിക്ക് അള്ളാഹു പുറത്തു തരും, പക്ഷെ ആകാംക്ഷയാണ്, പുറത്തു തരുമോ. പക്ഷെ ആ പ്രതീക്ഷയിൽ അയാൾ നീങ്ങിയപ്പോൾ, ആ രീതിയിൽ അയാൾ മരണപ്പെട്ടു പോയപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അയാൾക്ക് പുറത്തു കൊടുത്തു എന്നാണ്. അതുകൊണ്ടാണ് ഒരു ഖുദ്സിയായ ഹദീസിൽ അള്ളാഹു പറഞ്ഞു എന്ന് പറഞ്ഞ ഹദീസിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും, യാ ഇബ്നു ആദം, ഈ ആദമിന്റെ മകനെ, ഇന്നക മാ ദഅൗതനി വറജൗതനി ഗഫർതു ലക അലാ മാ കാന ഫീക വലാ ഉബാലി. ഏ മനുഷ്യ, എന്നിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് എന്നോട് പ്രാർത്ഥിച്ചാൽ, എന്നോട് ദുആയിരുന്നാൽ നിന്നിലുള്ളത് മുഴുവനും ഞാൻ പുറത്തു തരുന്നതാണ്. വലാ ഉബാലി, എനിക്കതൊരു പ്രശ്നമേ അല്ല. യാ ഇബ്നു ആദം, ഏ മനുഷ്യ, ലൗ ബലഗത സുനൂബുക അനാന സമാ, നീ ആകാശങ്ങളിലെ മേഘങ്ങൾ കണക്കെ പാപങ്ങൾ ചെയ്തു പോയാലും സുമ്മ ഇസ്തഗ്ഫിർലി സുമ്മ ഇസ്തഗ്ഫിർതനി ഗഫർതു ലക വലാ ഉബാലി, നീ എന്നോട് ഇസ്തിഗ്ഫാർ ചെയ്താൽ, പാപമോചനം ചെയ്താൽ ഞാനത് പുറത്തു തരുന്നതാണ്, എനിക്കത് പ്രശ്നമേ ഇല്ല. യാ ഇബ്നു ആദം, ഏ ആദമിന്റെ മനുഷ്യ, ഇന്നക ലൗ അതൈതനി ബിഖുറാബിൽ അർളി ഖതായ, ഭൂമി മുഴുക്കെ പാപം കൊണ്ടാണ് നീ എൻ്റെ അടുത്ത് വന്നത്. സുമ്മ ലഖീതനി ലാ തുശ്രിക് ബി ഷൈഅ, എന്നിട്ട് അല്ലാഹുവിൽ പങ്കു ചേർക്കാത്ത രീതിയിലാണെങ്കിലേ ബിഖുറാബിഹാ മഗ്ഫിറ, അത്രമാത്രം പാപമോചനവുമായി ഞാൻ നിന്നെ സമീപിക്കുന്നതാണ്. വലാ ഉബാലി, എനിക്കതൊരു പ്രശ്നമേ അല്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു എന്ന ഹദീസിൽ സഹോദരന്മാരെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പൊ ഇനിയും കാലമുണ്ടല്ലോ. ചില ആൾക്കാരുടെ വിശ്വാസം കാണാം, എനിക്ക് 45 വയസ്സല്ലേ ആയിട്ടുള്ളൂ, 55 വയസ്സേ ആയിട്ടുള്ളൂ, അതങ്ങനെ തന്നെ തുടരട്ടെ, കുറച്ചൊരു 60-65 വയസ്സൊക്കെ ആയതിനു ശേഷം ഒന്ന് ഹജ്ജിന് പോയി, ഉംറക്ക് പോയി, പാപമോചന പ്രാർത്ഥനയൊക്കെ നടത്താം. സഹോദരന്മാരെ, അതുവരെ നമ്മൾ ഉണ്ടാകുമെന്ന് എന്ത് ഉറപ്പാവുള്ളത്? വഅനീബൂ ഇലാ റബ്ബിക്കും വസ്ലിമൂ ലഹു മിൻ ഖബ്ലി അൻ യഅതിയകുമുൽ അദാബ് സുമ്മ ലാ തുൻസറൂൻ. അല്ലാഹുവിനുള്ള കഠിനമായ ശിക്ഷകൾ നിങ്ങളെ വന്ന് പിടികൂടുന്നതിന് മുമ്പ്, അത് ചിലപ്പോൾ ഒരു ആക്സിഡന്റ് ആവാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രോഗങ്ങളാവാം, അല്ലെങ്കിൽ ബുദ്ധിഭ്രമമായ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മുസീബത്തുകളാവാം. അത് പിടികൂടുന്നതിന് മുമ്പ് അല്ലാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുക, പിന്നെ നിങ്ങൾ സഹായിക്കപ്പെടുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വമാ തദ്രി നഫ്സും മാദാ തക്തിബു ഗദാ. അല്ലാഹുവിന്റെ പ്രവാചകനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, നാളെ എന്താണ് താങ്കൾക്ക് മേൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവർത്തിക്കുക എന്നത് താങ്കൾക്ക് പറയാൻ സാധ്യമല്ല. എന്റെ മേൽ എന്താണ് നാളെ പ്രവർത്തിക്കാൻ, വൈകുന്നേരം എന്താണ് പ്രവർത്തിക്കാൻ അവൻ ഉദ്ദേശിച്ചിട്ടുള്ളത്, നാളെ രാവിലെ എന്താണ് എന്റെ മേൽ പ്രവർത്തിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചിട്ടുള്ളത്, അത് നമുക്ക് പറയാൻ വേണ്ടി സാധ്യമല്ല. വമാ തദ്രി നഫ്സും ബിഅയ്യി അർളിൻ തമൂത്, ഏത് ഭൂമിയിലാണ് മരിച്ചു പോകുക നമുക്ക് പറയാൻ വേണ്ടി സാധ്യമല്ല. എപ്പോഴാണ് നമ്മുടെ മരണം? അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, ഇന്നമത് തൗബതു അലല്ലാഹി ലില്ലദീന യഅമലൂന ബിസ്സൂഅ ബിജഹാലത്തിൻ സുമ്മ യതൂബൂന മിൻ ഖരീബിൻ ഫഉലൈക യതൂബുല്ലാഹു അലൈഹിം വകാന അല്ലാഹു അലീമൻ ഹകീമാ. തൗബ എന്ന് പറഞ്ഞാൽ അറിവ് കേട് നിമിത്തം ഒരാൾ ഒരു കാര്യം ചെയ്തു, എന്നിട്ട് അതിശീഘ്രം പെട്ടെന്ന് തന്നെ അല്ലാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങി, പിന്നെ ചെയ്യാം, നാളെ പൊറുക്കലത്തിടാം, അല്ലെങ്കിൽ അടുത്ത റമദാൻ എന്തായാലും ഒന്ന് എഴുതിക്കാവ് എഴുന്നിട്ട് പള്ളിയിൽ രാത്രിയിലൊക്കെ ഒന്ന് സജീവമായിട്ട് അല്ലാഹുവിനോട് പശ്ചാത്തപിക്കാം എന്ന് വിചാരിച്ചവർക്കൊന്നും തോബയില്ല. വലൈസത്തി തൗബത്തു ലില്ലദീന യഅമലൂന സയ്യാത്തി അത്താ ഇദാ ഹദറ അഹദുഹുൽ മൗത്ത് ഖാല ഇന്നി തുബ്തുൽ ആന വലല്ലദീന യമൂതുന വഹും കുഫാർ. മരണമാസന്നമായി, അല്ലെങ്കിൽ അല്ലാഹുവിനുള്ള എന്തെങ്കിലും പരീക്ഷണം നമ്മളെ ബാധിച്ചു, രോഗമോ മുസീബത്തോ ആക്സിഡന്റോ പ്രയാസമോ ഞെരുക്കോ ബാധിച്ചു, അപ്പോൾ കൈനീട്ടിയിട്ട് പശ്ചാത്തപിച്ചിട്ട് കാര്യമുണ്ടോ? ഒരു കാര്യവുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഉലൈക അഅ്തദിനാ ലഹും അദാബൻ അലീമ, അവർക്ക് തന്നെയാണ് അത് കഠിനമായ ശിക്ഷയുള്ളത്. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, എത്രയും പെട്ടെന്ന് അല്ലാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങേണ്ടവരുണ്ട്. നമ്മളൊക്കെ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്തവരാണ്, എണ്ണിയെ തിട്ടപ്പെടുത്താൻ സാധിക്കാത്തപ്പുറം പാപങ്ങൾ പേര് നടക്കുന്നവരാണ്. അല്ലാഹുവിലേക്ക് അകമടിഞ്ഞ് ഇസ്തിഗ്ഫാർ ചെയ്യുക, പാപമോചനം തേടുക. സഹോദരന്മാരെ, പ്രവാചകന്മാരുടെ അവസ്ഥ എന്താണ്?
ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ച പ്രാർത്ഥന എന്താ? ഖാല റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിക്കുക, അല്ലാഹുവേ നമുക്ക് നീ പുറത്തു തരണമേ, നീ എങ്ങാനും നമ്മോട് കരുണ ചെയ്തിട്ടില്ലെങ്കിൽ, നീ എങ്ങാനും പുറത്തു തന്നിട്ടില്ലെങ്കിൽ ഞങ്ങൾ അതിനഷ്ടകാരികളിൽ പെട്ടുപോകും. മഹാനായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇസ്തിഗ്ഫാർ ചെയ്യുക. അപ്പൊ എന്റെ നിങ്ങളുടെ അവസ്ഥ എന്താണ്? നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം قال رب إني أعوذ بك أن أسألك ما ليس لي به علم وإلا تغفر لي وترحمني أكن من الخاسرين. അല്ലാഹുവേ, ഞാൻ നിന്നോട് ഇസ്തിഗ്ഫാർ ചെയ്യുകയാണ്, പാപമോചനം തേടുകയാണ്. ഞാൻ അറിയില്ലാതെ നിന്നോട് ആവശ്യപ്പെടുന്നതിൽ നിന്ന് നിന്നോട് ഞാൻ അഭയം തേടുകയാണ്. നീ എങ്ങാനും എനിക്ക് പുറത്തു തരികയില്ലെങ്കിൽ, നീ എങ്ങാനും എനിക്ക് കരുണ ചെയ്യുന്നില്ല എങ്കിൽ ഞാൻ നഷ്ടകാരികളിൽ പെട്ടുപോകും. സഹോദരന്മാരെ, ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വല്ലദീ അത്മഉ അൻ യഗ്ഫിർ ലീ ഖതിയതി യൗമദ്ദീൻ, പ്രതിഫല നാളിൽ അവൻ എന്റെ തെറ്റ് പുറത്തു തരുമെന്ന് ഞാൻ ആശിക്കുന്നു. മൂസാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല റബ്ബി ഇന്നി ളലംതു നഫ്സി ഫഗ്ഫിർ ലീ, അല്ലാഹുവേ ഞാൻ എൻ്റെ ശരീരത്തിനോട് പാപങ്ങൾ ചെയ്തു പോയിട്ടുണ്ട്, അല്ലാഹു നീ എനിക്ക് പുറത്തു തരണമേ. ആരെയും പ്രാർത്ഥിക്കുന്നത്? പ്രവാചകന്മാർ. അപ്പൊ നമ്മുടെ അവസ്ഥ എന്താണ്? നമ്മുടെ അവസ്ഥ എന്താണ്? സഹോദരന്മാരെ, നമുക്കറിയാം, പാപങ്ങൾ പുറത്തു തരും അല്ലാഹു. അതിനു വേണ്ടിയിട്ടുള്ള കിടഞ്ഞുള്ള പരിശ്രമം നമ്മൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട മറ്റൊരു കാര്യം അതില്ല തന്നെ. ഇപ്പൊ ജുഹൈന ഗോത്രക്കാരിയായ ഒരു സ്ത്രീ, അവർ വ്യഭിചാരത്തിലൂടെ ഗർഭം ധരിച്ചിട്ടുണ്ടായിരുന്നു. ഗർഭിണിയായിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് വന്നിട്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ പ്രവാചകനെ എന്നെ ശിക്ഷിക്കണം. അവർ ഗർഭിണിയാണ്. ആരും അവരെ ചോദ്യം ചെയ്യാൻ വേണ്ടി വന്നില്ല. ഇസ്ലാമിക ഗവൺമെന്റ് പിടിക്കാൻ വേണ്ടി വന്നില്ല. സഹാബികൾ പിടിക്കാൻ വേണ്ടി വന്നില്ല. പക്ഷെ അവർ സ്വയം ചെയ്ത തെറ്റ് അവരെ മനസ്സിൽ മതിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിനോട് വന്നിട്ട് പറയണം, അല്ലാഹുവിന്റെ പ്രവാചകരെ എനിക്ക് പുറത്തു തരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ രക്ഷിതാവിനെ വിളിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, നല്ല രീതിയിൽ അവരെ പരിചരിക്കണം. ഒരു തരത്തിൽ കുത്തുവാക്കുകളോ കുറ്റപ്പറയലോ ഒന്നും ഉണ്ടാക്കാൻ പാടില്ല. തിരിച്ചു പോകോ, പ്രസവിച്ചതിന് ശേഷം വാ. അവർ വന്നു, പ്രസവിച്ചതിന് ശേഷം കുഞ്ഞുമായി. ചില റിപ്പോർട്ടിൽ കാണാം, മുലകുടി പ്രായം കഴിഞ്ഞ ശേഷം തിരിച്ചു വാ. വീണ്ടും അവർ വരികയാണ്. അവരെ ഇസ്ലാമിക നിയമപ്രകാരം ശിക്ഷിച്ചു. അവർക്ക് മയ്യത്ത് നിസ്കാരത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മമ്മാമായിട്ട് നിന്നു. അപ്പോൾ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, വ്യഭിചരിച്ചിട്ട് കൊല്ലപ്പെട്ട, ഇസ്ലാമിക ശിക്ഷ വിധേയമാക്കപ്പെട്ട ഒരു സ്ത്രീക്ക് വേണ്ടി അങ്ങ് മയ്യത്ത് നിസ്കരിക്കുകയാണോ? അതിന് നേതൃത്വം കൊടുക്കുകയാണോ? അല്ലാഹുവിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, യാ ഉമർ, ഈ മദീന നിവാസികളെ മുഴുവനും കണക്കിലെടുത്ത് അവരുടെ പാപമോചനം ഉണ്ടല്ലോ, അത് വിലയിരുത്തിയാൽ ആ സ്ത്രീ നടത്തിയ പാപമോചനത്തിന്റെ അത്ര അതാവുകയില്ല യാ ഉമർ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. എന്താണ് സഹോദരന്മാരെ, അവർക്കുണ്ടായിരുന്ന ആത്യന്തികമായ ആഗ്രഹമാണ്. ഒരിക്കൽ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ വന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ മുമ്പ് ഒരാളെ കൊന്നുപോയിരുന്നു, എനിക്ക് പശ്ചാത്താപത്തിന്റെ എന്തെങ്കിലും പഴുതുണ്ടോ? അബൂ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഓതി, തൻസീലുൽ കിതാബി മിനല്ലാഹിൽ അസീസിൽ അലീം, അസീസും അലീമുമായ അല്ലാഹുവിൽ നിന്നാണ് ഈ കിതാബ് ഇറങ്ങിയത്. ഗാഫിറുസ് സംബി, അങ്ങേറ്റത്തെ പാപങ്ങൾ പൊറുക്കുന്നവരാണ്. വഖാബിലുത് തൗബി, പശ്ചാത്താപം സ്വീകരിക്കുന്നവരാണ്. രണ്ട് വിശേഷണങ്ങൾ, പാപങ്ങൾ പൊറുക്കുന്നവൻ, പശ്ചാത്താപം അത് സ്വീകരിക്കുന്നവൻ. ഷദീദുൽ ഇഖാബ്, അതികഠിനമായി ശിക്ഷിക്കുന്നവൻ. മൂന്ന് വിശേഷണം. ഷദീദുൽ ഇഖാബ്, സിദ്ദു, വ്യത്യസ്തമായി വിപുലമായ കഴിവുള്ളവൻ. നാല് വിശേഷണം. ഒന്നെന്താ? പാപങ്ങൾ അങ്ങേറ്റം പൊറുക്കുന്നവൻ, പശ്ചാത്താപം സ്വീകരിക്കുന്നവൻ, അതികഠിനമായി ശിക്ഷിക്കുന്നവൻ, വ്യത്യസ്തമായ കഴിവുള്ളവൻ. ലാ ഇലാഹ ഇല്ലാഹു, അവനല്ലാതെ മറ്റൊരു ആരാധനയില്ല. ഇലൈഹി മസീർ, ഇലൈഹിൽ മസീർ, അവനിലേക്കാണ് മടങ്ങേണ്ടത്. സഹോദരന്മാരെ, ഒരിക്കലും സിറിയ സന്ദർശിക്കാൻ വേണ്ടി പോയി ഉമർ ഇബ്നു ഖത്താബ്, വിധേയ ഉമർ ഇബ്നു ഖത്താബ്. അപ്പൊ സാധാരണഗതിയിൽ സദസ്സിലൊക്കെ വരാറുണ്ടായിരുന്ന ഒരു മനുഷ്യനെ കാണാനില്ല. ഉമർ റളിയല്ലാഹു അൻഹു അന്വേഷിച്ചു, അല്ല ഇന്ന ആളുണ്ടായിരുന്നില്ല, അയാളെ കാണുന്നില്ലല്ലോ. അപ്പൊ പറഞ്ഞു കൊടുത്തു, അയാൾ മുഴുവൻ കുടിയനായിരിക്കുന്നു. അപ്പൊ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഗുമസ്തനെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, എഴുതെന്ന് പറഞ്ഞു. അയാൾക്ക് ആ കള്ളു കുടിയനായ വ്യക്തിക്ക് എഴുതി എന്ന് പറഞ്ഞു. ആദ്യമായി എഴുതിയത് ഈ ആയത്ത, സൂറത്ത് മുഅ്മിനിലെ 2-3 ആയത്ത. തൻസീലുൽ കിതാബി മിനല്ലാഹിൽ അസീസിൽ അലീം, ഗാഫിറുസ് സംബി വഖാബിലുത് തൗബി ഷദീദുൽ ഇഖാബ്, സിദ്ദു ലാ ഇലാഹ ഇല്ലാഹു ഇലൈഹിൽ മസീർ. അതികഠിനമായി ശിക്ഷിക്കുന്നവൻ,
അതുപോലെ പാപങ്ങൾ പൊറുക്കുന്നവർ, പശ്ചാത്താപം സ്വീകരിക്കുന്നവർ. ഈ എഴുത്ത് കിട്ടിയപ്പോൾ ആ മനുഷ്യൻ ചിന്തിച്ചോ, ഉമർ എനിക്ക് നൽകിയ എഴുത്തുണ്ടല്ലോ, ആ എഴുത്തിൽ പാപങ്ങൾ പൊറുക്കുന്ന റബ്ബിനെ പറ്റി പരിചയപ്പെടുത്തലുണ്ട്, പശ്ചാത്താപം സ്വീകരിക്കുന്ന റബ്ബിനെ പരിചയപ്പെടുത്തലുണ്ട്, ഒപ്പം അതികഠിനമായി ശിക്ഷിക്കുന്ന റബ്ബിനെ പറ്റിയുള്ള മുന്നറിയിപ്പുണ്ട്. അയാൾ നിർത്തിയെന്നാണ്. സഹോദരന്മാരെ, അതുകൊണ്ട് തന്നെ പാപമോചനത്തിന് നമുക്ക് സമയമില്ല. ദിവസങ്ങളും റമദാൻ നമ്മൾ നീങ്ങിയാൽ, ഈ റമദാൻ അടുത്ത പ്രാവശ്യം വരും, അടുത്ത കൊല്ലം ഉണ്ടാവും, അതിനപ്പുറം കൊല്ലം റമദാൻ ഉണ്ടാവും, അതിനപ്പുറം ഉണ്ടാവും. 2000 ചിലപ്പം 30-ലും 40-ലും 50-ലും 60-ലും അതുപോലെ തന്നെ 2700-കളിലും 3000-ലും 4000-ത്തൊക്കെ ഉണ്ടെങ്കിൽ റമദാൻ ഉണ്ടാവും. പക്ഷെ നമ്മുടെ സാന്നിധ്യം എവിടെയായിരിക്കും? അതുകൊണ്ട് അതിശക്തമായി പശ്ചാത്തലം ചെയ്യുന്നവരായി തീരുക. ദിവസങ്ങളും മണിക്കൂറുകളും നീങ്ങുമ്പോൾ ഇസ്തിഗ്ഫാറുകൾ വർദ്ധിപ്പിക്കുക. അള്ളാഹുവിനെ കൊണ്ട് കേണ് നമ്മുടെ കുറ്റങ്ങൾ ഏറ്റെടുത്ത് പറഞ്ഞ് മാപ്പിരക്കുന്ന വിശ്വാസികളായി മാറാൻ വേണ്ടി പരിശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല സൂക്ഷിക്കുന്ന മുറപ്രകാരം സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്. സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്ന് പറഞ്ഞ പാപമോചന പ്രാർത്ഥനകളുടെ ഒരു നേതാവുണ്ട്. നമ്മളൊക്കെ ഒന്ന് മനഃപ്പാഠമാക്കി വെക്കല് അത് അത്യാവശ്യമായ സംഗതിയാണ്. പാപമോചന പ്രാർത്ഥന നമുക്ക് അസ്തഗ്ഫിറുല്ലാഹ് അല്ലാഹുമ്മ ഇന്നി ളലബ്തു നഫ്സി ദുൽമൻ കസീറ, ധാരാളമായിട്ട് അള്ളാഹുവിനോട് പാപമോചനം തേടാം, ധാരാളമായിട്ട് തേടിക്കൊണ്ടേയിരിക്കാം. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പാപമോചന പ്രാർത്ഥനകളുടെ നേതാവ് നമുക്കൊക്കെ അറിയായിരിക്കും. അല്ലാഹുമ്മ റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത, അല്ലാഹുവേ നീ അല്ലാതെ ഒരു ആരാധനയില്ല. ഖലഖതനി വഅന അബ്ദുക, നീയാണ് എന്നെ സൃഷ്ടിച്ചത്, നീയാണ് എൻ്റെ സൃഷ്ടാവ്, ഞാൻ നിന്റെ അടിമയാണ്. വഅന അലാ അഹദിക വവഅദിക മസ്തതഅതു, നീ എന്നിൽ ഏൽപ്പിച്ച ബാധ്യതയും കരാറുകളും എൻ്റെ കഴിവിനനുസരിച്ച് നിർവഹിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. ഔദു ബിക മിൻ ശർരി മാ സനഅതു, അല്ലാഹുവേ ഞാൻ ചെയ്ത തെറ്റുകളിൽ നിന്ന് നിന്നോട് ഞാൻ ശരണം തേടുന്നു, അഭയം തേടുന്നു. അബൂലക ബിനിഅമതിക അലയ്യ, നീ എനിക്ക് ചെയ്ത ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്, ആ അനുഗ്രഹങ്ങളെ ഞാൻ സമ്മതിക്കുന്നു, നിന്നോട് തുറന്നു പറയുന്നു. അബൂലക ബിദംബി, ഒപ്പം എൻ്റെ കുറ്റങ്ങളും പാപങ്ങളും ഞാൻ ഏറ്റെടുത്ത് നിന്നോട് പറയുന്നു, സമ്മതിക്കുന്നു. ഫഗ്ഫിർ ലീ, നീ എനിക്ക് പുറത്തു തരണമേ, നീ എനിക്ക് പുറത്തു തരണമേ. ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത, അല്ലാഹുവേ നീയല്ലാതെ പാപങ്ങൾ പൊറുക്കുന്നവൻ വേറൊരാളുമില്ല എന്നൊരു പ്രാർത്ഥന. ഇത് സയ്യിദുൽ ഇസ്തിഗ്ഫാർ, പാപമോചന പ്രാർത്ഥനയുടെ നേതാവായിട്ട് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചതാണ്. കാണാണ്ട് പഠിക്കുകയും അല്ലെങ്കിൽ കാണാണ്ട് അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ നോക്കിയിട്ട് പാരായണം ചെയ്യുന്ന രീതിയിൽ ഈ ദിവസങ്ങളിൽ, സെക്കൻഡുകളിൽ, മണിക്കൂറുകളിൽ അതിനെ സജീവമാക്കുക. ഒപ്പം അവസാനത്തെ 10 വന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചിട്ടുണ്ട്, അല്ലാഹുവിൻ്റെ പ്രവാചകരെ ഞാൻ എന്താണ് പ്രാർത്ഥിക്കേണ്ടത്? നമ്മൾ കഴിഞ്ഞ ഖുതുബ പറഞ്ഞു, അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി, അല്ലാഹുവേ നീ പാപങ്ങൾ പൊറുക്കാൻ ഏറെ ഇഷ്ടപ്പെടുന്നവരാണ്, ഞാൻ ഒരുപാട് പാപം ചെയ്തിട്ടുണ്ട്, എൻ്റെ പാപം നീ പുറത്തേരണമേ എന്നുള്ള പാപമോചന പ്രാർത്ഥനകൾ വർദ്ധിപ്പിക്കുക എന്നതാണ് വിശ്വാസികൾക്ക് റമദാൻ നമ്മൾ നീങ്ങിപ്പോകുമ്പോൾ ഏറ്റവും കരണീയമായ സംഗതി എന്ന് ഓർമ്മപ്പെടുത്തുന്നതാണ്. മറ്റൊന്ന് നമുക്കറിയാം, നമുക്ക് ഓരോരാൾ നോമ്പ് മുറിക്കുമ്പോൾ ഒരു മാധുര്യം, ഒരു മധുരം നമ്മൾ ഓരോരുത്തരും ആസ്വദിച്ചിട്ടുണ്ട്. നോമ്പ് മുറിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം അതൊന്ന് വേറെ തന്നെയാണ്. ആ സമയം ബാങ്ക് കൊടുക്കുന്ന കേൾക്കുമ്പോൾ കാരക്കെടുക്കുക, വെള്ളം മുറിക്കുക, അല്ലെങ്കിൽ അതിൽ പ്രതീക്ഷിച്ചിരിക്കുക, അത് നമ്മളൊക്കെ അനുഭവിച്ച ഒരു സന്തോഷമാണ്. അതുപോലെ നോമ്പുകാർക്കുള്ള സന്തോഷമാണ് റമദാനെ മുഴുവൻ നോമ്പെടുത്ത്, അല്ലെങ്കിൽ ശാരീരികമായ അവശത മൂലം നോമ്പെടുക്കാൻ പറ്റിയില്ല, അവർ മറ്റു പ്രശ്നമൊന്നും ഇല്ലായിരുന്നെങ്കിൽ അവർ നോമ്പെടുക്കുമായിരുന്നു. അവർ നോമ്പുകാർ തന്നെയാണ്. ചിലപ്പോൾ പ്രായാധിക്യം, ഷുഗറിന്റെ രോഗം, മറ്റു പല രോഗങ്ങളുണ്ട്. അവർ നല്ല ആരോഗ്യമുള്ള അവസ്ഥയിൽ നോമ്പെടുത്തിരുന്നു. പക്ഷെ ഇപ്പൊ എടുക്കാൻ വേണ്ടി പറ്റുന്നില്ല, ഡോക്ടർമാർ വിലക്കിയിട്ടുണ്ട്. എന്നാൽ അവർ നോമ്പുകാരിൽപ്പെട്ടവരാണ്. അത് നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ്. കാരണം അവർക്ക് ആഗ്രഹമുണ്ട്. ഇപ്പൊ മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ബദറിൽ പങ്കെടുത്തിട്ടില്ല. കാരണം എന്താ? അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് രോഗമായിട്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മകളൊക്കെ രോഗമായിട്ട് അദ്ദേഹത്തിന് ബദറിൽ പങ്കെടുക്കാൻ വേണ്ടി പറ്റിയില്ല. അദ്ദേഹം ബദരീങ്ങളിൽപ്പെട്ട ആളാണ്. മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു. അദ്ദേഹം മറ്റു പ്രശ്നമില്ലെങ്കിൽ അദ്ദേഹം ബദറിലുണ്ടാവും. എന്നതുപോലെ ആരോഗ്യമുണ്ടെങ്കിൽ നോമ്പുകാരായിരിക്കുന്ന ആൾക്കാരുണ്ട്, എന്നാൽ രോഗം കൊണ്ട് നോമ്പെടുക്കാത്ത ആൾക്കാരുണ്ട്, അവരും ഇതിൽപ്പെട്ടവരാണ്. അപ്പൊ അവർക്കൊരു സന്തോഷം ആയിരിക്കും പെരുന്നാൾ. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ലിസായിമി ഫർഹത്താൻ, നോമ്പുകാരന് 2 സന്തോഷമുണ്ട്. നോമ്പുകാരന് 2 സന്തോഷമുണ്ട്. ഫർഹത്തുൻ ഇൻദ ഫിത്രിഹി,
ഒന്ന് നോമ്പ് മുറിക്കുമ്പോഴുള്ള സന്തോഷം അത് നമ്മൾ ആസ്വദിച്ചതാണ്. മറ്റൊന്ന് റബ്ബിനെ കണ്ടുമുട്ടുമ്പോഴുള്ള സന്തോഷം. സുബ്ഹാനല്ലാഹ്, ചിന്തിച്ചു നോക്കണം. റബ്ബിനെ കണ്ടുമുട്ടുമ്പോഴുള്ള സന്തോഷം. അല്ലാഹുമ്മ ജഅൽനാ മിൻഹും. സഹോദരന്മാരെ, ആ സന്തോഷത്തിന്റെ പൂർത്തീകരണമാണ് ഈദുൽ ഫിത്ർ എന്ന് പറയുന്നത്. ഈദുൽ ഫിത്ർ പഠിത്തു പോയി നമുക്കറിയാം. എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ അല്ലേ? എണ്ണം പൂർത്തിയാക്കി നിങ്ങൾ അല്ലാഹുവിനെ പ്രകീർത്തിക്കണം. നിങ്ങൾക്ക് സന്മാർഗം നൽകിയതിന്റെ പേര്, നിങ്ങൾക്ക് സന്മാർഗം നൽകിയതിന്റെ പേര് അത് വലിയൊരു വിഷയമാണ്. നോമ്പിനെ പറ്റി പറയുമ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പറഞ്ഞത്. നിങ്ങൾക്ക് സന്മാർഗം നൽകിയതിന്റെ പേരിൽ നിങ്ങൾ അല്ലാഹുവിനെ പ്രകീർത്തിക്കണം. അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാന അല്ലാഹ് എന്ന് പറഞ്ഞില്ലേ? അതെ അല്ലാഹുവേ, നീയാണ് നമ്മുടെ ഈ വഴിയിലാക്കിയത്, ഇസ്ലാമിന്റെ വഴിയിലാക്കിയത്, ഏകദൈവ ആരാധനയുടെ വഴിയിലാക്കിയത്. സ്തൂപങ്ങളെയും മറ്റുകളെയും ആരാധിക്കൽ നിന്നും മാറ്റി നിർത്തിക്കൊണ്ട് അല്ലാഹുവിനെ മാത്രം ആരാധിക്കുന്ന യഥാർത്ഥ വഴിയിലേക്ക് വഴി നടത്തിച്ചവൻ അത് നീയാണ്. സഹോദരന്മാരെ, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ വലിയ അനുഗ്രഹമാണ്. ആ അനുഗ്രഹങ്ങളിലെ അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ച ഒരു നിദാനം തന്നെയാണ് പെരുന്നാൾ എന്ന് പറയുന്നത്. മനുഷ്യർക്ക് മുസ്ലിങ്ങൾക്ക് രണ്ട് പെരുന്നാൾ, ഒന്ന് ഈദുൽ അദ്ഹ, ഈദുൽ ഫിത്ർ. നമുക്കൊക്കെ അറിയാം. ഈദുൽ ഫിത്റിലേക്ക് നമ്മൾ കടക്കുമ്പോൾ രണ്ടും ത്യാഗത്തിന്റെ പെരുന്നാൾ. ഒന്ന് 30 ദിവസം നോമ്പ് തെറ്റി അതിനുള്ള ത്യാഗം അനുഭവിച്ചവർക്കുള്ള ആസ്വാദനം. ഹജ്ജ് പെരുന്നാൾ അങ്ങനെ തന്നെ അതിൻ്റെതായ ചക്രവക്രികളൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ കഴിഞ്ഞ് അന്ന് ഈദുൽ അദ്ഹ ആഘോഷിക്കുന്നു, അതിനുള്ള ഒരു സന്തോഷമാണ്. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, പെരുന്നാൾ ദിനത്തിൽ പോലും നമ്മളോട് പഠിപ്പിക്കപ്പെട്ടത് തഖബ്ബലല്ലാഹു മിന്നാ വ മിൻകും. സഹാബികൾ പരസ്പരം കണ്ടുമുട്ടുമ്പോൾ പറയാണ്, അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ, നിങ്ങളിൽ നിന്ന് സ്വീകരിക്കട്ടെ. മതി മറന്നുകൊണ്ടുള്ള ആഘോഷമല്ല, വേറെ ഏതെങ്കിലും രീതിയിലേക്ക് പോകാനുള്ള ആഘോഷമല്ല. അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ, നിങ്ങളിൽ നിന്ന് സ്വീകരിക്കട്ടെ. അന്ന് പോലും പ്രാർത്ഥനയാണ്. പെരുന്നാളിന്റെ അന്ന് പോലും പ്രാർത്ഥനയാണ്. സലഫുകൾ പറയാറുണ്ട്, റമളാനിൽ മാത്രം അള്ളാഹുവിനെ അറിഞ്ഞ, റബ്ബിനെ അറിഞ്ഞവർ അവർ നാശത്തിലാണ്. എത്ര മോശം ജനതയാണ് റബ്ബിനെ മാത്രം അള്ളാഹുവിനെ അറിഞ്ഞ. എപ്പോ റമളാനിൽ മാത്രം അള്ളാഹുവിനെ അറിഞ്ഞവർ അവർ എത്ര മോശക്കാർ എന്ന് പറഞ്ഞ പെരുന്നാളും റബ്ബിനെ അറിയേണ്ടവരാണ്. അന്ന് പോലും പ്രാർത്ഥനയാണ്. ആഘോഷങ്ങളുണ്ട്, പക്ഷെ അത് മദ്യം മറന്നുകൊണ്ടുള്ള അനാവശ്യമായ ധൂർത്തുകളിലും പൊങ്ങച്ചങ്ങളിൽ പോയിക്കൊണ്ടുള്ള ഒരു ആഘോഷമാകാൻ പാടില്ല. അതുപോലെ തന്നെ ഫിത്ർ സക്കാത്ത് നമുക്കറിയാം. ശവ്വാൽ മാസം പിറവി കണ്ടാൽ തൻ്റെ ആശയത്തിൽ കഴിയുന്ന ഭൃത്യന്മാർ, അന്ന് പിറന്ന കുട്ടികളടക്കം ഒരു സാഗ് എന്ന് പറഞ്ഞാൽ പഴയ കാലത്ത് 4 മുദ്ദാണ്. 4 മുദ്ദ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കോരിയിട്ട് ഇങ്ങനെ അരി ഇടുന്നതിനാണ് ഒരു മുദ്ദ എന്ന് പറയാം. ഇങ്ങനെ കോരുക, ഇങ്ങനെ ഇടാം. ഇതാണ് 4 മുദ്ദ. ഈ 4 മുദ്ദാണ് ഒരു സാഗ്. അത് ഒരാളുടെ കൈക്കനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. നമ്മളെ പുറത്തെ ആൾ കോരിയാൽ കുറച്ച് അരി കുറച്ച് കുറയും, കുറച്ച് ഉഷാറുള്ള ആൾ, കയ്യിലും വീതിയുള്ള ആൾ കോരിയാൽ കുറച്ചധികം അരി കൂടുതലുണ്ടാവും. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ അതിനെ കണക്കാക്കിയിട്ട് 2300, 2400, 2800 വരെ 2800 വരെ അതിന് കണക്ക് പറഞ്ഞിട്ടുണ്ട്. ഒരു സാഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് കാണുന്ന കിലോഗ്രാമിന്റെ കണക്കിന് അത് 2300 വരെ നമ്മൾ നിത്യമായി ഭക്ഷിക്കുന്ന അരിയാണ് കൊടുക്കേണ്ടത്. ഇനി ഒരാൾക്ക് അതിനേക്കാൾ കൂടുതൽ നല്ലത് നെയ്ച്ചോറിൻ്റെ അരി അല്ലെങ്കിൽ വേറെ നിങ്ങൾ നല്ല അരി ഉണ്ടെങ്കിൽ അത് കൊടുക്കാം, യാതൊരു വിരോധവുമില്ല. അതുപോലെ തന്നെ പെരുന്നാൾ നമുക്ക് അറിയാം. പെരുന്നാളിൻ്റെ തക്ബീർ ചൊല്ലിക്കൊണ്ടാണ് ശവ്വാൽ മാസപ്പിറവി നമ്മൾ കണ്ട അന്ന് മുതൽ പെരുന്നാൾ നിസ്കാരം വരെ തക്ബീർ നമ്മളൊന്ന് ഉയർന്നുകൊണ്ടേയിരിക്കണം. ദുആകളും പാപമോചനങ്ങളും അതുപോലെ ഗതികളൊക്കെ സഹായിക്കൽ അതൊക്കെ ബാധ്യതയാണ്. ഇപ്പൊ ഈദ്ഗാഹാണ് മുഖ്യമായത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പെരുന്നാൾ നിസ്കാരം ഒരു സന്ദർഭത്തിലൊഴികെ, മഴയുള്ള ശക്തമായ ഒരു ദിവസം ഒരു സന്ദർഭത്തിലൊഴികെ മറ്റൊക്കെയും പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം പെരുന്നാൾ നിസ്കരിച്ചത് മുസല്ലിയിൽ വെച്ചിട്ടാണ്. മുസല്ലി എന്ന് പറഞ്ഞാൽ ഈദ്ഗാഹാണ്. ഈദ്ഗാഹ് പൊതുജനങ്ങൾക്ക് കാണുന്ന രൂപത്തിൽ വിശാലമായ മൈതാനത്ത് അവർ തെറ്റിച്ചു കൂടുകയും അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാമായിട്ട് നിന്ന് നിസ്കരിക്കുകയും സ്ത്രീകളും കുട്ടികളും ആർത്തവകാരികളായ സ്ത്രീകൾ വരെ അവർ നിസ്കാരത്തിൽ നിന്നും മാറി കുതുബ ശ്രവിക്കുന്ന ഒരു രീതിയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്തുണ്ടായിരുന്ന സഹാബി വനിതകൾക്കുണ്ടായിരുന്നു, അവർക്കുണ്ടായിരുന്നു. പള്ളിയിലായിരുന്നില്ല, എന്നാൽ ഒരു അപൂർവമായിരുന്ന ശക്തമായ മഴയുണ്ടായി. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിൽ കയറി നിസ്കരിച്ചു. ഇതാണ് ഉണ്ടായിരുന്നത്. അപ്പൊ നമുക്ക് ഏറ്റവും കരുണീയമായ സുന്നത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ, ഉത്കൃഷ്ടമായ ചര്യ, അതിനെ ഫോളോ ചെയ്യുന്നവരാണ് ഒരു മുസ്ലിം. മുഹമ്മദ് റസൂലുള്ളാഹ്, മുഹമ്മദ് നബി എന്റെ പ്രവാചകനാണ്, ഞാൻ സാക്ഷ്യത്വം വെച്ചിരിക്കുന്നു എന്നാ പറയുന്നത്. അപ്പോൾ ഈദ്ഗാഹാണ്
അതിൻ്റെ ഏറ്റവും കരണീയമായ വശം എന്നാണ് നമ്മൾ മുസല്ല, അവിടെയാണ് നമ്മൾ നിസ്കരിക്കേണ്ടത്. അവിടെ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വന്ന വഴിയല്ലാതെ മറ്റൊരു വഴിയിലൂടെ തിരിച്ചു പോകുക എന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു രീതിയായിരുന്നു. എന്താണ് ഈദ് ഫിത്തറിന്റെ ഈദോടനുബന്ധിച്ചുള്ള മുസല്ലയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അല്പം വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടായിരിക്കണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ പെരുന്നാളിന് വീട്ടിൽ നിന്ന് പുറപ്പെട്ടത്. ഇത്തരം സുന്നത്തുകളൊക്കെ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിന്ന് ഈ റമളാൻ സ്വീകരിക്കുകയും റമളാൻ കഴിഞ്ഞു പോകുമ്പോൾ പാപങ്ങൾ പുറത്ത് അവൻ ഇഷ്ടപ്പെടുന്ന അവൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ദാസകന്മാരാക്കി നമ്മളെ എവരെയും പരിവർത്തിക്കുമാറാവട്ടെ. അല്ലാഹുവേ, ധാരാളം റമളാനിൽ സന്നിവേശിപ്പിക്കുവാനും പ്രവേശിക്കുവാനും അതുവഴി ധാരാളം വിവാദത്തുകൾക്ക് നിനക്ക് ചെയ്യുവാനും ഒപ്പം നമ്മുടെ പാപങ്ങൾ മായ്ച്ചു കളയാനുള്ള അവസരങ്ങളാക്കി അതിനെ മാറ്റുവാനും ആരോഗ്യത്തോടുള്ള തുടർന്ന കാലം ജീവിക്കുവാനുള്ള എല്ലാവിധ തൗഫീഖും അല്ലാഹുവേ നമുക്ക് ഏവർക്കും നീ പ്രദാനം ചെയ്യണമേ. അല്ലാഹുവേ, പെട്ടെന്നുണ്ടാകുന്ന മരണങ്ങൾ, അതുപോലെ തന്നെ വേദന സംഹാരികളെ ആശ്രയിച്ച് കഴിയേണ്ടി വരുന്ന അവസ്ഥകൾ, പോസ്റ്റ്മോർട്ടം പോലെയുള്ള അപകട മരണങ്ങൾ, ജീവക്ഷമായി കിടക്കേണ്ട അവസ്ഥകൾ, മറ്റുള്ളവരെ നിത്യമായി നിതാന്തമായി എപ്പോഴും ആശ്രയിച്ച് കഴിയേണ്ടി വരുന്ന അവസ്ഥകൾ, അല്ലാഹു എന്നിവയ്ക്കെത്തിനോട് ഞങ്ങൾ അഭയം ചോദിക്കാം. അല്ലാഹു ജീവിതത്തിൻ്റെ ഏറ്റവും നല്ല സമയം അന്ത്യസമയമാക്കുകയും യക്കീനോടുകൂടി ദൃഢതയോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിക്കുന്ന സത്യവിശ്വാസികളാക്കി നമ്മളെ എവരെയും മാറ്റി തീർക്കണമേ. അല്ലാഹുവേ, നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അയൽവാസിയായി ലഭിക്കാനുള്ള ഉത്തമമായ മഹാഭാഗ്യം നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യണമേ. അല്ലാഹുവേ, നമ്മിൽ നിന്ന് ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് ദീർഘായുസ്സും ആരോഗ്യ സൗഖ്യവും ഹിദായത്തും നീ പ്രദാനം ചെയ്യണമേ. നമ്മിൽ നിന്ന് മരിച്ചുപോയ മാതാപിതാക്കൾക്ക് നിന്റെ വിശാലമായ മഗ്ഫിറത്ത് വഴി അവരെയും നമ്മളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണമേ. അല്ലാഹുവേ, മരിച്ചുപോയ മുഴുവൻ സത്യവിശ്വാസികൾക്കും വിശ്വാസികൾക്കും നീ പുറത്തു കൊടുക്കുകയും അവരെ നിന്റെ വിശാലമായ സ്വർഗത്തിൽ നീ പ്രവേശിപ്പിക്കുകയും ചെയ്യണമേ. ജീവിച്ചിരിക്കുന്ന മുഴുവൻ വിശ്വാസികൾക്കും നീ ഇസ്തിഖാമത്തും ഇഖ്ലാസും പ്രദാനം ചെയ്യണമേ. ഭാര്യമാരിലും കുട്ടികളിലും അല്ലാഹുവേ നീ ഒരു കൺകുളിർമ പ്രദാനം ചെയ്യണമേ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. الحمد لله رب العالمين.